ഇന്നലെ മെയ് 1 മെയ് ദിനമായിരുന്നു. സർവ്വരാജ്യ തൊഴിലാളികളും അവരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ മെയ്ദിനും. തൊഴിലും തൊഴിലാളികളും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? മനുഷ്യരെല്ലാവരും തൊഴിലാളികളാണ്. കാരണം ജീവിത സംധാരണത്തിന് ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ വേണം. പലരുടെയും മേഖലകൾ വ്യത്യസ്തമാകാം. കച്ചവടവും കൃഷിയും മറ്റ് ബിസിനസ്സുകളും അധ്യാപനവും അതുപോലെ മറ്റ് വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളും തൊഴിലിടങ്ങളും ഉണ്ടാകാം. എന്നാൽ തൊഴിലാളികളെ അടിമകളെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അഭിമാനം പറയുന്ന യൂറോപ്പൊക്കെ ആഫ്രിക്കയിൽ നിന്ന് തൊഴിലന്വേഷിച്ച് വരുന്ന മനുഷ്യരെ മൃഗങ്ങൾക്ക് സമാനമായിട്ടാണ് കണ്ടിരുന്നത്. കാളയുടെ കഴുത്തിൽ കഴുവച്ച് നിലമൊഴുകുന്നത് പോലെ മനുഷ്യരുടെ മുതങ്ങിൽ മനുഷ്യരുടെ കഴുത്തിൽ കഴുവച്ച് ഒഴിവുമായിരുന്നു എന്ന് ചരിത്രാന്വേഷണ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊഴിലാളികളെ അടിമകളെ പോലെ കണ്ടിരുന്ന കാലം തൊഴിലിന് നിശ്ചിതമായ ഒരു സമയമില്ലാത്ത അല്ലെങ്കിൽ തൊഴിൽ ചെയ്യിപ്പിക്കുന്നതിന് അതിരുകളില്ലാത്ത കാലം. ഇനി അങ്ങനെ പ്രയാസപ്പെട്ട് ജോലി ചെയ്താൽ തന്നെ എന്ത് കൂലി ലഭിക്കും, എത്ര കൂലി ലഭിക്കുമെന്ന് യാതൊരു ഐഡിയയുമില്ലാത്ത കാലം. കൂലി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മുതലാളിയാണ്. തൊഴിലാളി അവനെ ജോലിക്ക് വേണ്ടി വിളിച്ചാൽ അവൻ പണിയെടുത്തു കൊള്ളണം. കൂലി കൊടുക്കണോ വേണ്ടയോ എന്ന് മുതലാളി തീരുമാനിക്കും. കൂലി ചോദിക്കാൻ ജോലി ചെയ്തവന് അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരു ഇരുണ്ടയോ നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലൊരു കാലമുണ്ടായിരുന്നു. തമ്പുരാനെന്ന മനുഷ്യരെ മൃഗങ്ങൾക്ക് സമാനമായി പണിയെടുപ്പിക്കുകയും അവർ കൂലി ചോദിക്കുമ്പോൾ അവരെ വർദ്ധിക്കുകയും അങ്ങനെ ഒരു പഴമൊഴി തന്നെ പഴഞ്ചൊല്ല് തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കോവലിന്റെ കഞ്ഞി കുമ്പളിൽ തന്നെ. കഞ്ഞി ചോദിക്കുമ്പോൾ നിലത്ത് മണ്ണിൽ കുഴികുത്തി അതിൽ ഇലകളിട്ട് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്ത് മനുഷ്യന് മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ തരം താണ രീതിയിൽ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് കാലഘട്ടം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോ അതിനെല്ലാം ഒരു തിരുത്തൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആധുനിക യോഗം ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1856-ലാണ് മെയ്ദിലും നിലവിൽ വരുന്നത്. ഇങ്ങനെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കായി നിരന്തരം സമരം ചെയ്തു. എത്രയാണ് തൊഴിലെടുക്കേണ്ടതെന്ന് അതിന് കഴിയില്ലാത്ത, അതിന്റെ പ്രത്യേകമായ സമയങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഇതിന് അവധി വേണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായ സമരപ്രഖ്യാപനങ്ങളുമായി സമരങ്ങളും ഓർമ്മികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അതിനനുസരിച്ച് തൊഴിൽ സമയം 8 മണിക്കൂറായി നിശ്ചയിച്ചു. ബാക്കിയുള്ള സമയം വിശ്രമത്തിനും വിനോദത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു. അതിന്റെ സ്മരണാർത്ഥമാണ് 1856 മുതൽ
മെയ് 1 തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ്. എന്നാൽ 1886 ആധുനിക ലോകം തൊഴിലാളികളുടെ മോക്ഷത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പേ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തൊഴിലാളികളെ മാനിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. കയ്യൊപ്പുള്ളവരൊക്കെ കാര്യക്കാരൻ എന്ന് കരുതിയിരുന്ന 6-ാം നൂറ്റാണ്ടിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ലോകത്തിന് മുന്നിൽ 2 കാര്യങ്ങളാണ് നടപ്പിൽ വരുന്നത്. 2 കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയാണ് തൊഴിലാളികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിലൊന്നാമതായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ജോലിക്ക് വേണ്ടി വിളിക്കുന്ന തൊഴിലാളി അവന്റെ ജോലിക്ക് കൂലി നിശ്ചയിക്കണമെന്നതാണ്. കൂലി പറയണം. കൂലി പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ആളെ വെക്കാൻ പാടുള്ളൂ. മഹാനായ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഇസ്തഅജറ അജ്റ ഫൽയബയ്യിൻ ലഹു അജ്റഹു. മൻ ഇസ്തഅജറ അജ്റ, ഒരാൾ ഒരു തൊഴിലിന് വേണ്ടി തൊഴിലാളിയെ വിളിച്ചാൽ ഫൽയബയ്യിൻ ലഹു അജ്റഹു, അവനോട് അവന്റെ തൊഴിലിന്റെ കൂലി പറയണം. രണ്ടാമതായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അഅതുൽ അജീറ അജ്റഹു ഖബല അൻ യദ്ഫഅ റഖഹു. അഅതുൽ അജീറ അജ്റഹു, ഒരു തൊഴിലാളിക്ക് അവന്റെ തൊഴിൽ കഴിഞ്ഞാൽ ഉടനെ വേതനം നൽകിക്കൊള്ളണം, കൂലി കൊടുത്തുകൊള്ളണം. ഖബല അൻ യദ്ഫഅ റഖഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്, അവന്റെ വിയർപ്പ് കടന്ന് വറ്റിപ്പോകുന്നതിന് മുമ്പ്, ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം കൊടുത്തുകൊള്ളണം, കൂലി കൊടുത്തുകൊള്ളണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ലോകത്തോട് നടപ്പിൽ വരുത്തുകയാണ്. ഇതൊന്ന് നടപ്പിലാക്കിയപ്പോ പിന്നെ തൊഴിലാളിക്ക് വിഷമമില്ല. ഞാൻ പണിയെടുത്താൽ എനിക്ക് കൂലി കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്കയില്ല. പണി കഴിഞ്ഞ് മുതലാളിയുടെ മുന്നിൽ അതാ നമ്മൾ ശിരസ്കനായി തല ചൊറിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നോക്കൂ നിങ്ങൾ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിൽ വരുത്തിയത് ആ നിയമം ഇന്ന് പ്രാബല്യത്തിലാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൂലിയാണ്. ഒരാളൊരു വീട് പണി തുടങ്ങിയാൽ അതിന്റെ കൽപ്പണിക്കാരന് ഒരു കൂലിയാണ്, പടവുകാരന് മറ്റൊരു കൂലിയാണ്, അതിന്റെ തേപ്പുകാരന് വേറെ കൂലിയാണ്, ഇലക്ട്രീഷ്യന് കൊടുക്കേണ്ടത് വേറെ വേതനമാണ്, പ്ലംബിംഗുകാരന് വേറെ കൂലിയാണ്, പെയിന്റിംഗുകാരന് വേറെ കൂലിയാണ്. ഇനി അങ്ങനെയൊക്കെ കൂലി കൊടുത്താൽ തന്നെ പണിക്കാരൻ കിട്ടാൻ വലിയ ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അഷ്റഫുൽ വറാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൻ ഇസ്തഅജറ അജ്റഹു, ഒരു മനുഷ്യനെ നീ തൊഴിലിന് വേണ്ടി വിളിച്ചാൽ ആ തൊഴിലാളിയെ വിളിക്കുന്നതിന് മുമ്പ് നീ പണിയെടുക്കാൻ നിനക്ക് ഞാൻ ഇത്ര വേതനം തരാമെന്ന് നിർണയിച്ചതിന് ശേഷമേ വിളിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവന്റെ വിയർപ്പ് കണങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പേ തൊഴിലാളിക്കുള്ള വേതനം നടക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
വണ്ടി കഴിഞ്ഞു പോകുമ്പോ നാളെ തരാം, മറ്റന്നാൾ തരാം, അല്ലെങ്കിൽ പിന്നെ തരാം എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം? വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക് മടങ്ങുകയാണ്. പ്രവാചകനാകുന്നതിന് മുമ്പാണ് ജോർദാനിലാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം ഉള്ളത്. ശുഐബ് നബി എന്ന പ്രവാചകനാണ്. അങ്ങനെ ജോർദാനിൽ ശുഐബ് നബിയുടെ സമീപത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുമ്പോ ആൺമക്കളില്ലാത്ത നബിയാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. അവിടത്തേക്കുള്ളത് പെൺമക്കൾ മാത്രമാണ്. മൂസാ നബിയോട് ശുഐബ് നബി പറയുകയാണ്, എന്റെ ആടുകളെ മൂസാ അങ്ങ് പരിപാലിക്കണേ. ആട് മേയ്ക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ ശുഐബ് നബി ഏൽപ്പിക്കുകയാണ്. എന്നിട്ടതാ മൂസാ നബിയോട് ശുഐബ് നബി പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. സൂറത്തുൽ ഖസസിന്റെ 27-ാമത്തെ ആയത്ത്, വമാ ഉരീദു അൻ അശഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറയുന്നു, വമാ ഉരീദു അൻ അശഖ അലൈക, നിങ്ങളെ ഞാൻ എന്റെ തൊഴിലാളിയായി നിശ്ചയിച്ചതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങയെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന സ്വാലിഹായ മുതലാളിയായി എന്നെ നിങ്ങൾക്ക് കാണാം എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അതാ മൂസാ നബിയോട് പറയുകയാണ്. മുതലാളി പള്ളിയിൽ വരുമ്പോൾ മാത്രം സ്വാലിഹായാൽ പോരാ, ആലിമീങ്ങളെ കാണുമ്പോൾ മാത്രം സ്വാലിഹായാൽ പോരാ, ആളുകൾ കൂടുമ്പോ സ്വതക്ക നൽകുന്നിടത്ത് പിരിവ് നൽകുന്നിടത്ത് മാത്രം സ്വാലിഹായാൽ പോരാ, തന്റെ കീഴിലുള്ള തൊഴിലാളികളോട് ഏറ്റവും നല്ല രീതിയിൽ സ്വാലിഹായ ഏറ്റവും നല്ല സ്നേഹവസ്ത്രത്തോടെ പെരുമാറുന്നവനാകണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധ ഖുർആൻ തൊഴിലാളികൾ നൽകുന്ന അവകാശമാണ്. തൊഴിലാളികളുടെ അവകാശത്തെ സംരക്ഷിക്കുകയാണ്. ഇതിന് വിപരീതമായി നാം പ്രവർത്തിച്ചാൽ, തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിച്ചാൽ പരലോകം നഷ്ടപ്പെടുന്ന പാപമാണ്. ഇത് സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രഖ്യാപനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറയുന്നു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. മൂന്ന് വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ ഞാൻ അവനോട് എതിരാണ്, അവനോട് ഞാൻ എതിരാണ്. മൂന്നാമത്തെ വിഭാഗമായി അല്ലാഹു തആല പറയുകയാണ്, വറജുലുൻ ഇസ്തജ്റ അജീറാ ഫസ്തൗഫാ മിൻഹു വലം യുഅ്തിഹി അജ്റഹു. വറജുലുൻ ഇസ്തജ്റ അജീറാ, ഒരാൾ ഒരു പണിക്ക് വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു, ഒരു പണിക്കാരനെ വിളിച്ചു. ഫസ്തൗഫാ മിൻഹു, അവൻ ആ പണി നിർവഹിച്ചിട്ടുണ്ട്. അവൻ കഥാ വെയിലുകൊണ്ട് മഴ കൊണ്ട് അവന്റെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം കൊണ്ട് അതാ അവൻ ആ പണി പോലെ നിർവഹിച്ചിട്ടുണ്ട്. വലം യുഅ്തിഹി അജ്റാ, അവനുള്ള വേതനം, അവനുള്ള ശമ്പളത്തെ, അവനുള്ള കൂലിയെ കൊടുത്തില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട് അകന്നവനാണ്. അപ്രകാരമുള്ള മനുഷ്യരെന്ന് അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ മുസ്ലിമേ, എന്ത് മനോഹരമായിട്ടാണ് ഇസ്ലാം
പ്രത്യേകമായി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. തൊഴിലാളികൾ അവരെ ഏൽപ്പിച്ച പണി ഉത്തരവാദിത്തത്തോടെ ഭംഗിയായി പൂർത്തിയാക്കണം. പണിക്ക് വിളിച്ച ആണെന്നില്ലല്ലോ, കുറച്ചേരം കേറിയില്ല, വെള്ളം കൂടി, അതുപോലെ ചായ കൂടി തന്നെ പണിയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളെ പണിക്ക് വിളിച്ചാൽ ആ തൊഴിലാളി അവനെ ഏൽപ്പിച്ച പണി എന്താണോ, അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ, അത് ഭംഗിയായി നിറവേറ്റിക്കൊള്ളണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലാ അൻ യുത്ഖിനഹു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു, ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ, ഏറ്റെടുത്ത ജോലിയെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പൂർത്തിയാക്കുന്നവന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അവന്റെ പണിയിൽ വർദ്ധിച്ചുണ്ടാകും. ഞാനിപ്പോ പണിയെടുത്തില്ലെങ്കിലും മുതലാളി കാണുന്നില്ലല്ലോ, ഐസുകളുടെ CCTVയുടെ ദൃശ്യമൊന്നുമില്ലല്ലോ, ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഏൽപ്പിച്ച പണിയിൽ, തൊഴിലിൽ അതാ വിനിയോഗം കാണിച്ച് വാങ്ങിയെടുക്കുന്ന ഓരോ രൂപയും ഹറാമാണ്. അതൊരിക്കലും ഹലാലാകുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അല്ലാത്ത പക്ഷം, ഉത്തരവാദിത്തത്തോടുകൂടി ഭംഗിയായി തൊഴിൽ നിർവഹിക്കാത്ത പക്ഷം അവൻ വഞ്ചനയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ 27-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലുല്ലാഹ വറസൂല വതഖൂലൂ അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തഖൂലുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്, വഞ്ചന നടത്തരുത്. വതഖൂലൂ അമാനാതികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ, നിങ്ങൾ പണിക്ക് വേണ്ടി വിളിച്ച തൊഴിലിൽ ഒരിക്കലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നിന്റെ മുതലാളി കാണുന്നില്ലായിരിക്കാം, പക്ഷേ ആ യജമാനന്റെയും യജമാനനായ റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ കാണുന്നുണ്ട് കേട്ടോ. വഅൻതും തഅലമൂൻ, അവൻ കൃത്യമായി അറിയുന്നുണ്ട് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുതലാളിമാർ, പണിയെടുപ്പിക്കുന്നവർ തൊഴിലാളികളോട് ഏറ്റവും മാന്യമായി പെരുമാറണം. തൊഴിലാളി മുതലാളിയോടുള്ള ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച പണിയിൽ ആത്മാർത്ഥതയും കൈവരിക്കുന്നവരാകുകയും വേണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് തന്നെ നാം നന്നായി തൊഴിലെടുത്ത് അധ്വാനിക്കണം, നമ്മുടെ സമ്പാദ്യങ്ങളെ വർദ്ധിപ്പിക്കണം. ഏത് വിധേനയും പൈസ ഉണ്ടാക്കാം എന്ന ഒരു പദ്ധതിയും ആലോചനയും നമുക്കുണ്ടാകാൻ പാടില്ല. എങ്ങനെയായാലും കുറഞ്ഞ കുറുക്ക് വഴിയിലുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാം എന്ന ഒരു തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് വലിയ പരാജയത്തിലേക്ക് നമ്മൾ നയിക്കും. തൂബാലിമൻ മാത വമാതത മഅഹു ദുനൂബു. മഹാന്മാരായ അരിമീകൾ പറയാൻ, തൂബാമൻ മാത വമാതത മഅഹു ദുനൂബു. ഒരു മനുഷ്യന്റെ കാര്യം എത്ര സന്തോഷമാണ്. അവൻ മരിച്ചതോടുകൂടെ അവന്റെ തെറ്റുകളും മരണപ്പെട്ടു പോയ ആൾ, അയാൾക്ക് എത്ര സന്തോഷമാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ, അവന്റെ തെറ്റ്, അവൻ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവന്റെ തെറ്റുകൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 100 വർഷമായി 200 വർഷമായി അവന്റെ തെറ്റുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ കാര്യം എത്ര ഭയാനകമാണ്. ഹറാമായ പൈസ, ഹലാലല്ലാത്ത മുതലാളിയെ വെച്ചിച്ച് അല്ലെങ്കിൽ കരിച്ചെന്ന് കാണിച്ച് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ 1 രൂപ, ആ 1 രൂപ കൊണ്ട് നീ നിന്റെ മക്കളെ
മാതാപിതാക്കൾക്ക് കൊടുത്താൽ, നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ, നിന്റെ സന്താനങ്ങൾക്ക് കൊടുത്താൽ, ഖിയാമത്ത് നാൾ വരെ ആ സന്താന പരമ്പരകൾ നിലയുറപ്പിക്കുന്നത് നീ കൊടുത്ത കാശ് കൊണ്ടാണെങ്കിൽ, ആ ഹറാമായ സമ്പാദ്യം കൊണ്ടാണെങ്കിൽ ഖബറിൽ കിടക്കാമെന്ന് വിചാരിക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മരിക്കുന്നതോടുകൂടെ തെറ്റുകളും മരിച്ചു പോകുന്നവർ അത്ര സന്തുഷ്ടരാണ്. എന്നാൽ മരിച്ചുപോയി പക്ഷേ വർഷങ്ങളോളം അവന്റെ തെറ്റുകൾ പിന്നെയും കുന്നുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നവൻ അവൻ എത്ര ഹതഭാഗ്യനാണ്, എത്ര പരാജിതനാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അങ്ങനെയാണ്. ഏത് വിലയേറിയ പൈസ ഉണ്ടാക്കാം, എങ്ങനെയും ആരെയും പറ്റിച്ച് എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കാശുണ്ടാക്കിയാൽ മതി എന്ന ചിന്തയുണ്ടാകാൻ പാടില്ല. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അതിന്റെ പരിമിതി ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പുറത്തു നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ദൂരീകരിക്കട്ടെ. നമ്മുടെ തൊഴിലിലും അതുപോലെ സൗഭാഗ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പലതരായ ഭർത്താവിനും കാരണവന്മാർക്കും 201 സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെ ഖബറിലേക്ക് ജാരിയായ സദഖയായി നീ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പലതരായ മാതാപിതാക്കളുടെ സ്വീകരിക്കണേ അല്ലാഹ്. അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ.